നമസ്കാരം. ഏറ്റുമാനൂരിൽ സ്വന്തം മക്കളെയും ചേർത്ത് പിടിച്ച് നിന്ന് ട്രെയിനിൻ്റെ മുമ്പിൽ മരണം വരിച്ച ഷൈനിയുടെ ചില പുതിയ വിവരങ്ങൾ ഇന്നലെ 1-2 വീഡിയോകളിലായിട്ട് ഒരുപക്ഷെ നിങ്ങളും കണ്ടു കാണും. ഷൈനിയുടെ മരണത്തിൻ്റെ ഉത്തരവാദി അവരുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമാണെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ശരിയുമാണ്. എന്നാൽ അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മാത്രമല്ല അവളുടെ ഈ കടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലെ ഉത്തരവാദികൾ അല്ലെങ്കിൽ കാരണക്കാർ. പ്രധാനമായിട്ടും അവർ തന്നെയാണെങ്കിലും അതിനു മുമ്പ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ആരെങ്കിലും ഒരിടത്ത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? ധാരാളം പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എല്ലാ ആത്മഹത്യകൾക്കും മരണങ്ങൾക്കും പിന്നാലെ നമ്മൾ പോകുന്നില്ല. എന്നാൽ ചില പ്രത്യേക സംഭവങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായിട്ടും കാര്യമായിട്ടും അറിയേണ്ടതുണ്ട്. ഇവിടെ ഒരു അമ്മയും 2 മക്കളും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന കാരണം പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള കാരണം ജീവിച്ചിരിക്കുന്ന മറ്റ് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പലയിടത്തും ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഈ ഷൈനിയും കുഞ്ഞുങ്ങളും മരിച്ചതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള ദുര്യോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉള്ള വീട്ടിലെ അവരുടെ മറ്റ് അംഗങ്ങൾ, ഒപ്പം താമസിക്കുന്ന ആൾക്കാരുടെ വിഷമവും വേദനയും മനസ്സിലാക്കി ഒരു മനപരിവർത്തനത്തിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ തയ്യാറായിക്കോട്ടെ, അതിനൊരു കാരണമായിട്ട് നമ്മുടെ ഈ വീഡിയോകൾ മാറിക്കോട്ടെ എന്നുള്ള ആഗ്രഹം വെച്ചാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഷൈനിയുടെ ഈ കടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ആണെങ്കിലും ആത്മഹത്യയിലേക്ക് അവൾ പോകാതിരിക്കാൻ അവളുടെ സ്വന്തം വീട്ടുകാർ തീരുമാനിച്ചിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇന്നലെ 2 വീഡിയോകൾ മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നതാണ്. നിങ്ങളും ഒരുപക്ഷെ കണ്ടു കാണും. അതിൽ ഒരു വീഡിയോയിൽ ഷൈനിയുടെ പേരൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഷൈനിയുടെ പേരൻസിന്, അവളുടെ അച്ഛനോ അമ്മയ്ക്കോ സ്വന്തം മകളും 2 കൊച്ചുമക്കളും ഇത്ര ദാരുണമായിട്ട് കൊല്ലപ്പെട്ടതിൻ്റെ ഒരു വിഷമം പോലും അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ഉള്ള വികാരം നമ്മൾ എത്ര കണ്ട് പണിപ്പെട്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ലാഞ്ചനയെങ്കിലും നമ്മുടെ സ്വരത്തിലോ മുഖത്തോ എപ്പോഴെങ്കിലും ഒക്കെ പ്രകടമാകും. എന്നാൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ട് നോക്കണം. ആ അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തകനോട് സംസാരിക്കുന്നത്. അതായത് സ്വന്തം മകളും കൊച്ചുമക്കളും മരിച്ചിട്ട് കഷ്ടിച്ചൊരാഴ്ച പോലും ആയിട്ടില്ല, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. നമ്മൾ അവരുടെ ആരും അല്ലാഞ്ഞിട്ട് കൂടിയും നമ്മുടെ മനസ്സിൽ അവരെ ഓർത്ത് ഇപ്പോഴും ദുഃഖമുണ്ട്. ആ ദുഃഖം കുറേ ഏറെക്കാലം നിലനിൽക്കും. കാര്യം നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസമില്ല. അവർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് സാധാരണ മട്ടിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടുകാർക്ക് അവളോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ആ കുട്ടികളോടുണ്ടായിരുന്ന അവരുടെ ആത്മബന്ധം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വീഡിയോ കണ്ടതിൽ ഷൈനിയുടെ വീടിൻ്റെ അടുത്ത്, അതായത് ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ അടുത്ത് വയോജനങ്ങളെ നോക്കുന്ന, പ്രായമായ സുഖമില്ലാത്ത പരസഹായമില്ലാതെ ജീവിക്കാൻ പ്രയാസമുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഉടമയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഷൈനി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്ന ശേഷം അവൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നടത്താനായിട്ട് ഒരു ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ആ സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ അവൾക്ക് ഒരു നേഴ്സിൻ്റെ ജോലി കൊടുക്കുകയും അവളോട് ജോലി ചെയ്ത് വരികയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മറ്റുള്ളവരെക്കാൾ ഞാൻ ഇവൾക്ക് 1000 രൂപ കൂടുതൽ കൊടുക്കുമായിരുന്നു, കാരണം അവളുടെ സാഹചര്യം അതാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഈ സ്ഥാപനം അവിടെ വന്നത് മുതൽ അത് നടക്കരുത് എന്നും അതെങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്നും ഷൈനിയുടെ പിതാവ് ശ്രീ കുര്യാക്കോസ് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഷൈനിക്ക് അവിടെ ജോലി കിട്ടിയപ്പോൾ അത് അവളുടെ പിതാവിന് ഇഷ്ടമായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഏതാണ്ട് 4-5 മാസം 3-4 മാസം അവളവിടെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ
ഈ സ്ഥാപനത്തിനെതിരെ ഷൈനയുടെ പിതാവ് ഒരു പരാതിയുമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. അവർ പരിശോധന നടത്തിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്നത് കണ്ടെത്തി അവർ പോയി. എന്നാൽ അവിടെയും അടങ്ങാതെ ഈ മനുഷ്യൻ പോയിട്ട് കുറേയേറെ ആൾക്കാരെ കൂട്ടി അവരുടെ എല്ലാം ഒപ്പ് ശേഖരിച്ച് വീണ്ടും ചെന്ന് പരാതി കൊടുത്ത് ഈ സ്ഥാപനത്തെ പൂട്ടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയിലേക്ക് മാറി. ആ സമയത്താണ് ഷൈനി, എൻ്റെ അപ്പന് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ ഈ സ്ഥാപനത്തോട് ഇങ്ങനെയുള്ള വെറുപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ചേക്കാം എന്ന് പറഞ്ഞ് ഷൈനി സ്വമേധയാ അവിടുത്തെ ജോലി രാജിവെക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അവൾക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ ആ ജോലി ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തി അവളുടെ സ്വന്തം പിതാവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പെൺകുട്ടി അവിടെ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ, അവൾക്ക് 2 മക്കളുണ്ട്, എങ്ങനെയെങ്കിലും അവരുടെ കാര്യം അവൾ നടത്തിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം അയാൾക്ക് ആ സ്ഥാപനത്തോടോ ആ സ്ഥാപനത്തിൻ്റെ ഉടമയോടോ ഉള്ള വൈരാഗ്യം മകളുടെ പോലും ഭാവി പരിഗണിക്കാതെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അവളുടെ പിതാവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്കാണ് അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വന്ന് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നും അവളെ പെൺകുട്ടികൾ അടക്കം ഇറക്കി വിട്ടു. അവൾ വന്ന് താമസിക്കുന്ന വീട്ടിൽ അവളുടെ പിതാവ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. മറ്റു ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇപ്പോൾ ഈ അപ്പുറത്ത് നടന്നുകൊണ്ടിരുന്ന സ്ഥാപനം, ഷൈനി ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ ത്രാണിയില്ലാത്ത പ്രായമായ ആൾക്കാരെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, ആധുനിക കാലത്ത് മരുന്നുകളും ചികിത്സകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന പലരും അന്ത്യനാളുകളിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുന്നുണ്ട്. നമ്മൾ പഴയ കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് പ്രായമായ ആൾക്കാർ ആരും തന്നെ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇത്തരം ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ എത്തിപ്പെട്ട ആൾക്കാരെ ഒരുപക്ഷെ വീടുകളിൽ മക്കൾക്കോ മറ്റോ നോക്കാനുള്ള സാഹചര്യം കാണില്ല. ഒരുപക്ഷെ അവർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ 2 പേർക്കും ജോലി കാണും. ഒരുപക്ഷെ അവരെ നോക്കാനുള്ള ഒരു പ്രോപ്പർ ഹോം നേഴ്സിനെ കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിട്ട് വന്ന ഒരു സ്ഥാപനമാണിത്. അവിടെ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത്. ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ചിന്താഗതി എത്തരത്തിലുള്ളതാണ്? ഒരു കള്ള് ഷാപ്പോ ബാറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലബ്ബോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതൊരു ബിസിനസ്സായിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് എങ്കിലും അത് വളരെ നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം അടച്ചു പൂട്ടിക്കണം എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് ഷൈനിയുടെ പിതാവ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് ചാടിയതുപോലെയാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്ന അവസ്ഥയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അവളുടെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ഒരു ജോലിക്ക് ശ്രമിച്ച് ആ ജോലി കിട്ടി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ തുടരാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇടപെട്ട് അത് ഇല്ലാതാക്കും എന്ന് മറ്റൊരു വീഡിയോയിൽ ഒരു സ്ത്രീ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി ഈ ഷൈനി എന്ന് പറയുന്ന യുവതി. ഷൈനിക്ക് ആത്മാഭിമാനമുണ്ട്, ജോലി ചെയ്യാൻ മടിയുള്ളവളല്ല. നമ്മൾ ഷൈനിയുടെ ഗുണഗണങ്ങൾ നോക്കുമ്പോൾ ഷൈനി അധ്വാനിക്കാൻ മടിയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. അല്ലാതെ വെറുതെ ഇരുന്ന് തിന്നണം എന്ന് ചിന്തിക്കുന്നവളല്ല. ജോലി ചെയ്യാൻ ഒരു മടിയുമില്ല. പക്ഷേ അവൾക്ക് ജോലി ചെയ്യാൻ സാധിക്കണം, അവളെ ജോലി ചെയ്യാൻ അനുവദിക്കണം, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അത് മാത്രമായിരുന്നു അവൾക്ക് വേണ്ടത്. എന്നാൽ അത് തങ്ങൾക്ക് കിട്ടില്ല എന്നും ഒരുപക്ഷെ അവൾ അവളുടെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ തന്നെ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥ, സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും അങ്ങനെ കിട്ടുമ്പോൾ അത് പലരും ഇടപെട്ട് ഇല്ലാതാക്കുന്ന അവസ്ഥ, സ്വന്തമായിട്ട് 5 പൈസ കയ്യിലില്ലാത്ത സാഹചര്യം, സ്വന്തം വീട്ടിൽ ഒരുപക്ഷെ ഒരു അന്യയെപ്പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം, ഇതെല്ലാം കൂടി അവളുടെ മനസ്സിലുണ്ടാക്കിയ സമ്മർദ്ദം വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ഇവൾ ഈ ആത്മഹത്യ ചെയ്ത ദിവസം അവളുടെ ഭർത്താവ് നോബി തിരികെ ഇറാഖിലേക്ക് പോകാനിരിക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ ഷൈനിയെ വിളിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ചെന്നും അവൾക്ക് ചില സന്ദേശങ്ങൾ അയച്ചെന്നും പറയാം. അതായത് അവൾക്ക് അല്പമെങ്കിലും ജീവിക്കാനായിട്ട് ഒരു ആഗ്രഹം ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകും എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിട്ട് അങ്ങനെ അവൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും അതുകൂടി തല്ലിക്കെടുത്തിക്കൊണ്ടുള്ള എന്തോ ഒരു സന്ദേശമാണ് ഈ നോബി അവൾക്ക് അന്നത്തെ ദിവസം രാത്രി അയച്ചത്.
അങ്ങനെ ഒരു സന്ദേശം അവൾക്ക് അയച്ച് അല്ലെങ്കിൽ അവളോട് ഫോൺ ചെയ്ത് സംസാരിച്ച് അവൾ മാനസിക ആഘാതത്തിൽ പെട്ടിരിക്കുമ്പോൾ അവൾക്ക് അത് ചെന്ന് തുറന്നു പറഞ്ഞ് ഒരു ആശ്വാസം കിട്ടത്തക്ക ഒരു സാഹചര്യം ആ സ്വന്തം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, അവളുടെ അച്ഛനോ അമ്മയ്ക്കോ അവളുടെ ആ മാനസിക വേദന മനസ്സിലാക്കാനുള്ള ഒരു കഴിവും അവൾക്ക് അവരുടെ മുമ്പിൽ ചെന്ന് ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ആത്മഹത്യയിലേക്ക് പോവില്ലായിരുന്നു. ഒരിക്കലും അവളുടെ അമ്മയും അച്ഛനും അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് നമ്മളൊരിക്കലും പറയില്ല. പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം താല്പര്യത്തിനപ്പുറം മകളെയോ കൊച്ചുമക്കളെയോ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അവൾ അനുഭവിച്ചിരുന്ന മനോവ്യഥ മനസ്സിലാക്കാൻ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് പോലും സാധിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ആ അമ്മയെങ്കിലും സ്വന്തം മകളുടെ മനസ്സറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോവില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ, എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന മറ്റുള്ള ആൾക്കാർ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ സ്വഭാവം മൂലമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പെരുമാറ്റം മൂലമോ അവർ വീർപ്പുമുട്ടിയാണ്, സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതങ്ങനെയല്ല, അവർ സന്തോഷത്തോടെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ജന്മം മാത്രമേ ഉള്ളൂ. ഏറിക്കഴിഞ്ഞാൽ 70-80 വയസ്സ് വരെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നത്. ആ 70-80 വർഷങ്ങൾ അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ട സാഹചര്യം മറ്റുള്ള എല്ലാവരും ചേർന്ന് ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഈ ജന്മത്തിനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷം ഉറപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് ആ സന്തോഷം തിരികെ ലഭിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കി കൊടുക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതം ദുഷ്കരമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാലത്തും സമാധാനം കിട്ടില്ല. നിങ്ങൾ ആ ജീവനാന്തം നരകിച്ച് ജീവിക്കും. എന്നാൽ അങ്ങനെ തങ്ങൾ നരകിച്ച് ജീവിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പലർക്കുമില്ല. നിങ്ങൾ തിരിച്ചറിയണം, സന്തോഷവും സമാധാനവും കൊടുക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് കൊടുക്കാത്തവർക്ക് അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ കാണുന്നു, എങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കുന്നു, എങ്ങനെ മറ്റുള്ളവർക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നു, എങ്ങനെ മറ്റുള്ളവരോട് നിങ്ങൾ അനുകമ്പ കാണിക്കുന്നു, അതെല്ലാം തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതല്ല, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വേണമെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാർ നിങ്ങൾ മൂലം സന്തോഷിക്കുന്നവരും സമാധാനത്തോടെ ജീവിക്കുന്നവരുമായിരിക്കണം. താങ്ക് യു.